നാറാണത്തെ ഭ്രാന്തനെ പോലെയാണ് കേരളത്തിലെ ജനങ്ങൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ വലത്തെ കാലം വന്നെടുത്ത് ഇടത്തെ കാലം, പിന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇടത്തെ കാലിൽ നിന്ന് എടുത്ത് വലത്തെ കാലിൽ വയ്ക്കും. ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇരച്ചെത്തിയിരിക്കുകയാണ്. ഇത് തുടർന്നാൽ ഉച്ചയോടെ തലസ്ഥാന നഗരം സ്തംഭിക്കുന്നതിൽ സംശയമില്ല. ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പ് KN വർഗീസ് രാജി സമർപ്പിച്ചിരിക്കും. CM-ന്റെ രാജി ഉടനെ ഉണ്ടാവുമോ സർ? സമ്മർദ്ദം മുറിയെ അപ്പുറത്തോട്ട് വലിയുന്നവരുടെ എണ്ണം കൂടും. അപ്പോൾ നമ്മൾ അതങ്ങ് തീരുമാനിച്ചു. കള്ളനാ, പേരും കള്ളൻ. നമ്മൾ കരുതുന്ന പോലല്ലടോ അയാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നീ ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യമാണ്. നമുക്ക് ഇനിയും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്ര നാൾ തുടരും ഈ അനിശ്ചിതാവസ്ഥ? രാഷ്ട്രീയത്തിൽ എന്ത് എക്സ്പീരിയൻസ് അവനുള്ളത്? 72 മണിക്കൂറിൽ ജോൺ വർഗീസ് ഒരു പൊളിറ്റിക്കൽ ഹീറോയും യൂത്ത് ഐക്കണുമാവുന്നു. സോഷ്യൽ മീഡിയയിൽ നല്ല പ്ലേ നടന്നുണ്ട്. കുറുക്കന, കേരളം കണ്ട ഏറ്റവും സൂത്രശാലിയായ കുറുക്കൻ. അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഫാർ ടു ക്ലെവർ. പണിഞ്ഞാമാരാരാണെന്ന് കണ്ടുപിടിക്കണപ്പാ, എന്നിട്ട് അവരെ ഫിനിഷ് ചെയ്യണം വർഗീസ് സ്റ്റൈൽ. നിന്റെ കണ്ണുകളിൽ എനിക്കിപ്പോ നിന്റെ അപ്പനെ കാണാം. The game is level now. എൻ്റെ ഈ പരീക്ഷണം വിജയിച്ചാൽ ജനം മാറി ചിന്തിക്കും, ചരിത്രം വഴിമാറും. നമ്മൾ വീണ്ടും ജയിക്കും. കേരളത്തിൻ്റെ അടുത്ത CM.